അത് ഏറ്റവും വലിയ ഉപകാരമാണ് എന്നാ പറയുന്നത്. പ്യുവർ ഹലാലായിട്ടുള്ള വോട്ടുകൾ ഞങ്ങൾക്ക് മതി എന്നവർ പറഞ്ഞിട്ടില്ലെങ്കിലും ആ പറഞ്ഞതിൽ അതുണ്ട്. അത് ഇന്നൽ ആക്കില യക്ഫിൽ ഇഷാറ എന്ന് അറബിയിൽ ഒരു ചൊല്ലുണ്ട്. ബുദ്ധിമാന്മാർക്ക് സൂചനകൾ മതിയെന്ന. ആ സൂചനകളിൽ നിന്ന് നിങ്ങൾ കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഭാവിയിലുണ്ടാകും. അതാണ് അവിടെ പറയാനുള്ളത്. രാജ്യത്തിന് വേണ്ടി, ദേശീയതയ്ക്ക് വേണ്ടി എന്ത് ഇവിടെ തണുപ്പായി, കാലാവസ്ഥ നല്ല തണുത്ത ഡൽഹി ആയിക്കൊണ്ട് പറഞ്ഞിട്ടാണ് രാജ്യത്തിന് വേണ്ടി എല്ലാ വോട്ടേഴ്സിനോട് പറയാണ്ടേ ഓരോ വോട്ടും എൻഡിഎക്ക് ചെയ്ത് വിജയിപ്പിക്കണം. കാരണം നമ്മളിപ്പോ പല കാര്യങ്ങളും കേരളത്തെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പെണ്ണുപിടിക്കലും ഗർഭചിത്രവും ഇല്ലാത്തൊന്നുമില്ല. അല്ല പിന്നെ ദൈവത്തിന്റെ മുതല് മോഷ്ടിക്കലും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടന്ന. പിന്നെ മതേതരം ഒരു ഭാഗത്ത് മതേതരം പറഞ്ഞിട്ട് എന്തൊക്കെയോ ചെയ്യണം എന്നുള്ളത് നന്നായിട്ട് അറിയാം. അപ്പോ രാഷ്ട്രത്തിന് വേണ്ടി വോട്ട് ചെയ്യാം. മതം പറയുന്നവർക്ക് വോട്ട് കൊടുക്കാതെ 5 നേരം ഉച്ചയും കുത്തി മറിയുന്ന അപ്പിക്കുപ്പായക്കാരികളെ നിർത്തിയിരിക്കുന്നത് മുസ്ലിങ്ങളെ നിങ്ങൾ വോട്ട് ചെയ്യാനാണ് എന്നല്ല പറയുന്നത്. ഈ രാഷ്ട്ര താല്പര്യത്തിനോടൊപ്പം നിന്ന് വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നത്. മതം പറഞ്ഞിട്ട് വോട്ട് നിൽക്കുന്നതും വോട്ട് ചെയ്യിപ്പിക്കുന്നവരെ തോൽപ്പിക്കുക. എന്നിട്ട് രാഷ്ട്രത്തിന് വേണ്ടി നിങ്ങളുടെ ഓരോ വിലയേറിയ വോട്ടുകളും ചെയ്ത് രാഷ്ട്രത്തിന് വേണ്ടി സംസാരിക്കുന്നവർക്ക്, രാജ്യത്തിന് ഗുണം ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഈ പഞ്ചായത്ത് കോർപ്പറേഷൻ മുനിസിപ്പൽ ഇതിലെ 2025 വോട്ടില് ഒരു ചാൻസ് നിങ്ങൾ BJPക്ക് കൊടുത്ത്, NDAക്ക് കൊടുത്ത്, NDA സഖ്യത്തിന് കൊടുത്ത്. ഞങ്ങളെ ആൾക്കാർ വളരെ 2-3 സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ മത്സരിക്കുന്നുള്ളൂ. ബാക്കി എല്ലാം BJP സ്ഥാനാർത്ഥികൾ തന്നെയാണ് NDAക്ക്. അപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ ദേശീയ ഉപാധ്യക്ഷ എന്ന നിലയിൽ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ള എല്ലാ NDA സ്ഥാനാർത്ഥികളെയും ഏറ്റവും നല്ല വോട്ടുകളോടുകൂടി പിന്നെ വിജയിപ്പിക്കുക. കോഴിക്കോടൊക്കെ നമ്മുടെ സ്വന്തം ആൾക്കാർ, കോഴിക്കോട് ജില്ലയിലും കണ്ണൂരും കാസർഗോഡും എല്ലാം നമ്മുടെ നോർത്ത് കേരളയിലും എല്ലാം നമ്മളെല്ലാം വേണ്ടപ്പെട്ടവരാണ്. അപ്പോൾ എല്ലാവർക്കും ഓരോ വോട്ട് ചെയ്ത് അവരെല്ലാവരെയും NDAക്ക് ഒരു വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക എന്ന് പറയണം. ഡോക്ടർ നുസ്രത്ത് ജഹാൻ, ഡൽഹിയിൽ നിന്ന്. ഇതാണ് രാജ്യ താല്പര്യത്തോടൊപ്പം നിൽക്കുന്ന ആളുകളുടെ വോട്ട് ചോദിക്കൽ രീതി. അല്ലാതെ ഞങ്ങൾ നമസ്കരിക്കുന്നവരാണ്, ഞങ്ങൾ അപ്യകുപ്പായക്കാരികളാണ്, ഞങ്ങൾ മുസ്ലിം സമുദായത്തിന് വേണ്ടി നിൽക്കുന്നവരാണ്, അതുകൊണ്ട് ഞങ്ങളുടെ മുസ്ലിങ്ങൾക്ക് വോട്ട് ചെയ്യണം, ഞങ്ങൾ അപ്യകുപ്പായക്കാരികളുടെ വോട്ട് മാത്രം മതി ഞങ്ങൾക്ക് നിസ്കരിക്കാത്തവരുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട, ഹാജിമാരുടെ വോട്ട് മാത്രം മതി ഞങ്ങൾക്ക് എന്നല്ല പറയുന്നത്. ഈ രാജ്യം ഇങ്ങനെ തന്നെ നിലനിൽക്കണമെങ്കിൽ, ഈ രാഷ്ട്രത്തിൻ്റെ ബഹുസ്വരതയ്ക്കു വേണ്ടി, ഈ രാഷ്ട്രത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, ഇവിടത്തെ മതേതരത്വത്തിനു വേണ്ടിയാണ് വോട്ട് ചെയ്യേണ്ടത്. നമ്മളുടെ സമ്മതിദാന അവകാശം നമ്മളെവിടെ എങ്ങനെ വിനിയോഗിക്കണം എന്ന് പഠിക്കണം. എല്ലാ മേഖലകളിലും ഈ രാജ്യ താല്പര്യത്തിന് വേണ്ടിയിട്ടുള്ള സ്ഥാനാർത്ഥികൾ നിൽപ്പുണ്ട്. ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ നിൽക്കുന്നത്, ഞങ്ങൾ 7ാം വാർഡാണ്, ചേമഞ്ചേരി പഞ്ചായത്തിലെ 7ാം വാർഡാണ്. ഇവിടെ നിൽക്കുന്നത് സരീഷ് എന്ന് പറയുന്ന, ഇവിടെ അടുത്ത് റേഷൻ കട നടത്തുന്ന ഒരാളാണ്. സരീഷ് കുട്ടപ്പൻ എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. അപ്പോൾ ആളാണ് എന്ത് കാര്യത്തിനും 7ാം വാർഡിൽ എന്ത് വിഷയം ആർക്കുണ്ടെങ്കിലും അവർക്ക് അർഹമായിട്ടുള്ള അംഗീകാരങ്ങൾ, ആനുകൂല്യങ്ങൾ നേടാൻ ആ വ്യക്തി ഒപ്പമുണ്ടാകും. ഇപ്പോൾ അദ്ദേഹം സ്ഥാനാർത്ഥിയാകുന്നതിന് മുമ്പ് എല്ലാ കാര്യത്തിലും ഞങ്ങളുടെ കൂടെ നിന്ന ആളാണ്. പലരുടെയും കൂടി അയാൾ പഞ്ചായത്തിൽ കൂടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് രാഷ്ട്രീയത്തിൽ പോലും ആളുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. എന്നിട്ടും നമ്മൾ രാജ്യ താല്പര്യമാണല്ലോ നമ്മുടെ ഏറ്റവും പ്രധാനം. കാരണം കേന്ദ്ര സർക്കാരിന്റെ പല രൂപത്തിലുള്ള ആനുകൂല്യങ്ങളും സാധാരണക്കാരിലേക്ക് എത്തുന്നില്ല എന്നതൊരു വാസ്തവമാണ്. അത് എത്തിക്കുന്നതിന് വേണ്ടിയല്ലേ ഇത്തരം പ്രതിനിധികൾ ശ്രമിക്കേണ്ടത്. അതല്ലാതെ കേന്ദ്ര സർക്കാരിന്റെ അരി അടിച്ചു മാറ്റി കിറ്റ് ഉണ്ടാക്കിയിട്ട് സംസ്ഥാന സർക്കാരിന്റെ പേരിൽ കൊടുക്കലല്ലോ. അതുകൊണ്ട് നമ്മൾ അർഹമായിട്ടുള്ള അംഗീകാരം നേടിയെടുക്കണമെങ്കിൽ ആരെയാണ് അധികാര കസേരയിൽ കൊണ്ടുവരേണ്ടത് എന്ന് നമുക്ക് ചിന്തിക്കാം. അതെ, കൃഷിയിടങ്ങൾ പ്രസവ പലകയിൽ വരെ ഭോഗിക്കാൻ കൊടുക്കണം എന്ന് പറഞ്ഞ മുഹമ്മദാണ് എൻ്റെ ഹീറോ. അടിപൊളി അടിപൊളി. ഇതാണ് നമ്മുടെ മതേതരത്വം.
ഉത്തർപ്രദേശിലെ മുസാഫർ നഗർ ജില്ലയിൽ മസ്ജിദുകളിൽ നിന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ നീക്കം ചെയ്തത് 40 ഉച്ചഭാഷിണികൾ. സുപ്രീംകോടതി നിർദ്ദേശങ്ങൾ പാലിച്ചാണ്. ഏതെങ്കിലും നമ്മുടെ നാട്ടിലെ വാർത്താ മാധ്യമങ്ങൾ ഇങ്ങനെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തത് നിങ്ങൾ കണ്ടോ? ഇതാണ് അടിമുടി ഇവരുടെ നഖത്തിന്റെ ഇടയിൽ വരെ മതം മാത്രമാണ് ഇവരുടെ പ്രധാനം. അതുകൊണ്ട് ഇത്തരം വാർത്തകളൊന്നും ഇവർ കൊടുക്കില്ല. ഇവർക്ക് മതേതരന്മാരുടെ മുഖഛായ വേണ്ടേ? ആ പ്രതിച്ഛായ തകർന്നു പോകത്തില്ലേ? അതുകൊണ്ട് ഇത്തരം വാർത്തകളൊന്നും ഇവർ റിപ്പോർട്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് മതമാണ് ഞങ്ങളുടെ പ്രശ്നമെന്ന് പറഞ്ഞവരെ എവിടെയാണ് ഇരുത്തേണ്ടത് എന്ന് തീരുമാനിക്കാൻ നമ്മുടെ ആ ഒരു വോട്ട് 2 വോട്ട് അതിന് സാധിക്കണം. എത്രയോ പള്ളികളില് ഉച്ചഭാഷണികൾ വെച്ചിട്ട് വിളിച്ചു കൂവുകയാണ്, എന്റെ പടച്ചോൻ മാത്രമാണ് വലിയവൻ, എന്റെ പടച്ചോൻ മാത്രമാണ് വലിയവൻ, മുഹമ്മദ് നബി അള്ളാഹുവിന്റെ ദൂതനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നേന്ന്. പറയാം ബാബു, പറയാം. ദിവ്യ ജിഹാദ് അല്ലേ, പറയാം. അപ്പോ ഇങ്ങനെ വിളിച്ചു കൂവുന്നു. ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിരിക്കെ പോലും, സുപ്രീം കോടതിയുടെ നിർദ്ദേശമുണ്ടായിട്ട് പോലും കേരളത്തിൽ എത്ര പള്ളികളിൽ നിന്ന് ഈ വിളിച്ചുകൂക്കലിനുള്ള ഈ പെട്ടികൾ, ഈ സ്പീക്കറുകൾ, ഈ ഉച്ചഭാഷണികൾ എടുത്തു മാറ്റാൻ നമ്മുടെ കേരളത്തിന്റെ സംസ്ഥാന സർക്കാർ ധൈര്യം കാണിച്ചിട്ടുണ്ട് എന്നിടത്താണ് മതഭീകരവാദത്തോടുള്ള, മതഭീകരതയോടും ഭീകരവാദികളോടുമുള്ള മൃദു സമീപനത്തിന്റെ എക്സ്ട്രീം ലെവൽ എത്രയാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. നടപടി സ്വീകരിച്ചതെന്നും മതപരമായ സ്ഥലങ്ങളിൽ ഉയർന്ന ഡെസിബലിൽ പ്ലേ ചെയ്യുന്ന എല്ലാ ഉച്ചഭാഷണികളും നീക്കം ചെയ്യുമെന്നും അധികൃതർ വ്യക്തമാക്കി. ഒരു മതസ്ഥലത്തും ഉച്ചഭാഷണികൾ 20 ഡെസിബലിൽ കൂടരുതെന്ന് സുപ്രീം കോടതി വിധി അനുസരിച്ചാണ് ഈ നടപടി. ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ മുസാഫർ നഗർ ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഉച്ചഭാഷണികൾക്കെതിരെ ക്യാമ്പയിൻ ആരംഭിച്ചിരുന്നു. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും വിധത്തിലാണ് ഈ ലൗഡ് സ്പീക്കർ സ്ഥാപിച്ചിരുന്നത്. ഈ ലൗഡ് സ്പീക്കറുകളെല്ലാം നീക്കം ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. നിയമങ്ങൾക്ക് വിരുദ്ധമായി സ്ഥാപിച്ചിട്ടുള്ള എല്ലാ ലൗഡ് സ്പീക്കറുകളും ആരാധനാലയങ്ങളിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് ഉന്നത ഉദ്യോഗസ്ഥരും ഉത്തരവിട്ടിട്ടുണ്ട്. 20 ഡെസിബലിൽ കൂടുതൽ ശബ്ദം പുറപ്പെടുവിക്കുന്ന എല്ലാ ലൗഡ് സ്പീക്കറുകൾക്കെതിരെയും സുപ്രീം കോടതി വിധിപ്രകാരം നടപടിയെടുക്കാൻ ഉത്തരവിട്ടിട്ടുണ്ടെന്ന് മുസാഫർ നഗർ സിറ്റി കോർപ്പറേഷൻ ഓഫീസർ സിദ്ധാർത്ഥ് മിശ്ര പറഞ്ഞു. ഉത്തർപ്രദേശിലെ മുസാഫർ നഗർ ജില്ലയിൽ മസ്ജിദുകളിൽ നിന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ നീക്കം ചെയ്തത് 40 ഉച്ചഭാഷണികൾ. ഒരാഴ്ച കൊണ്ട് നോക്കട്ടെ. ഇപ്പോ നമ്മുടെ നാട്ടില് ഇങ്ങനെ ഒരു നിയമം ഇപ്പൊ വരുമോ? ഇല്ല. തെരഞ്ഞെടുപ്പാണ്, ആളുകളെ പറ്റിക്കണ്ടേ? പോയി ചിരിച്ച് കൈകൊടുത്ത് തുണി കഴുകിക്കൊണ്ടിരിക്കുന്നവൻ്റെ കയ്യിൽ നിന്ന് തുണി വാങ്ങിച്ച് കഴുകി കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ ഒന്ന് ഒക്കത്തെടുത്ത് അവരുടെ വീട്ടിൽ കസേരയില്ലാത്ത, കാലില്ലാത്ത കസേരയിൽ ഒന്നിരുന്ന് ഏത് വിയർത്ത് നാറ് വെക്കുന്നവൻ്റെയും തോളിൽ ഒന്ന് കൈയിട്ട് കുട്ടിയുടെ ചുണ്ടിലൊന്ന് പിടിച്ച് ഒരു ഉമ്മയൊക്കെ ഒന്ന് കൊടുത്ത് നമ്മൾ അയിത്തമില്ലാത്തവരാണ്, നമ്മൾ ഭയങ്കര 916 മതേതരന്മാരാണ് എന്ന് തെളിയിക്കണ്ടേ? സുപ്രീം കോടതിയുടെ വിധി പോലും ഇവർ നടപ്പിലാക്കില്ല. പക്ഷേ അങ്ങനത്തെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട. അങ്ങനെ രാജ്യത്തെ നിയമങ്ങളെ ലംഘിച്ച് മതഭീകരതയെ താലോലിക്കുന്ന രൂപത്തിലുള്ള ഒരു നിയമലംഘനവും ഞങ്ങൾ നടത്തില്ല എന്ന അഭിപ്രായമുള്ള ഈ രാജ്യത്ത് ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട് എന്ന് നമുക്ക് അസം, ഉത്തരാഖണ്ഡ്, UP ഒക്കെ തെളിയിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ഈ കേരളത്തെ വെച്ചിട്ട് മാത്രം മറ്റ് സംസ്ഥാനങ്ങളെ ഒന്നും തുലനം ചെയ്യാൻ പറ്റില്ല. കാരണം എന്തെന്നറിയാമോ? കേരളത്തിൻ്റെ മതേതരത്വം എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെ, അതല്ലെങ്കിൽ നമ്മുടെ മദനിയെ പോലെയുള്ള ആളുകളുടെയൊക്കെ കാലിൻ്റെ ഇടയിൽ കൊണ്ടുപോയി കെട്ടിവെച്ചിരിക്കുന്ന സെക്യുലറിസമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ആരുടെ വോട്ടായിരുന്നാലും വേണ്ടില്ല, ആരുമായിട്ടും നമ്മളൊരു സഖ്യത്തിനും തയ്യാറാണ്. നമുക്ക് ജയിക്കണം. ഇനി മതേതരത്വമല്ല, മതതീവ്രവാദമല്ല, നിങ്ങൾ എന്ത് കളി കളിച്ചിരുന്നാലും ശരി, ഞങ്ങളുടെ സ്ഥാനാർത്ഥി അങ്ങ് ജയിപ്പിച്ചോ. അത്രേ ഉള്ളൂ.